അതൊക്കെ നമ്മൾ വലിയ എൻ്റെ ഹെഡ് മാസ്റ്ററിനെയാണ് ഞാൻ പ്രചോദനമായിട്ട് കാണുന്നത്, മിസ്റ്റർ ഗ്രേറ്റ് മമ്മൂക്ക. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ കമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്തതിനൊപ്പം തന്നെ പുള്ളി എൻ്റെ ഭൂതക്കണ്ണാടി, വിധേയൻ, സ്വന്തം മട, ടി വി ചന്ദ്രൻ സാറിനൊപ്പം ചെയ്യും, അടൂർ സാറിനൊപ്പം ചെയ്യും. നമ്മൾ പുള്ളി ഇത് ഫുൾ ഓഫ് ചെയ്യുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ അല്ലെ ഷെഡ്യൂൾ മുടങ്ങിപ്പോയ പറഞ്ഞിട്ട് തള്ളിയിടാൻ ഞാൻ പറഞ്ഞില്ല. അരികു സിനിമയുടെ വിശേഷവുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സെന്തിൽ, റോണി, ധന്യ. വെൽക്കം. നമസ്കാരം. നിങ്ങൾ ഓരോരുത്തരും ഈ സിനിമയുടെ ഭാഗമാവുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സനോജേട്ടൻ, അതിൻ്റെ ഡയറക്ടർ സനോജേട്ടനാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. അതുമാത്രമല്ല ഒരുപാട് ഇമോഷൻസിലൂടെ 3 ജനറേഷനിലൂടെ പോകുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു സിനിമയിൽ തന്നെ 3 ഗെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ഇർഷാദക്കയുടെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ ഒരു സാമൂഹികമായ ഒരു പ്രശ്നം പറയുന്നൊരു ഒരു കഥയുമാണ്. അപ്പോൾ അങ്ങനെയാണിത് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അഭിനയ സാധ്യതയുള്ള വേഷമാണ് ശങ്കരൻ അല്ലേ? അതെ. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് അങ്ങനെ സനോജേട്ടൻ വിളിച്ചിട്ടാണ് വരുന്നത്. ഇനി റോണി ചേട്ടൻ പറ. എൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ പെർസ്പെക്റ്റീവ് അല്ല എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഞാൻ ബേസിക്കലി ജനിച്ച് വളർന്നത് കുന്നംകുളം എന്നുള്ള സ്ഥലമാണ്. കുന്നംകുളമാണ് എൻ്റെ ദേശം. അപ്പോൾ കുന്നംകുളത്തുകാരനായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഈ സിനിമയിലാണ്. ഞാൻ തിരുവനന്തപുരംകാരനായ ആള് തൃശ്ശൂർകാരനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഒരു ദേശവും പിന്നെ അതുപോലെ തന്നെ ഞാൻ വെച്ചാൽ അതോടനുബന്ധപ്പെട്ട് ആ ദേശത്തിനോടനുബന്ധപ്പെട്ട കുറേ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അവിടെ ഉള്ള മറ്റേ ഉൾനാടൻ ആൾക്കാർക്ക് അറിയുന്നതാണ് ഈ അടയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ പഴം, തേങ്ങ. അപ്പോൾ ഇതിൻ്റെ കാലത്ത് ഇപ്പം നമ്മളിപ്പോൾ അടയ്ക്കാനുബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പല പല കുട്ടി ഷെഡുകളുണ്ടാവും. അപ്പോൾ ഇത് ഉണക്കാനിടുന്നത്, അതുപോലെ തന്നെ എൻ്റെ കമ്പോള നിലവാരം കാലത്ത് നമ്മുടെ റേഡിയോയിൽ ന്യൂസ് വരുന്നത്. ഇപ്പോൾ കമ്പോള നിലവാരത്തിൽ ഇന്നിപ്പോൾ ഇത്രയാണ് വില എന്നുണ്ടെങ്കിൽ നാളെ ആ വിലയായിരിക്കില്ല. അപ്പം നമ്മളിപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന വിലയേക്കാൾ താഴെ എന്നുണ്ടെങ്കിൽ അപ്പം ഒന്ന് ഇത്ര, നാളെ നമുക്ക് നോക്കാം. അപ്പം അങ്ങനത്തെ ഇന്നിപ്പോൾ കൊടുക്കണ്ട, ഇന്നിപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അപ്പം നാളത്തേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആഴ്ച അവസാനം വരെ നോക്കി വെക്കാം എന്നുള്ള ഈ ഒരു പരിപാടി പറഞ്ഞിട്ട് ചേച്ചിയെ ഉണക്കിയത് മതിയിട്ടാ. ഇങ്ങനെയൊക്കെയുള്ള നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സനോജിൻ്റെ ഒരു വലിയ ഗുണം എന്ന് വെച്ചാൽ സനോജിനെ ഞാൻ കാണുന്നത് ഈ പടത്തോടനുബന്ധപ്പെട്ട് കാണുന്നത്, എനിക്ക് ഇവിടെ നാട്ടിൽ ഒരു വസ്തു വ്യവഹാര കേസുണ്ട്. അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് പോകണം. അപ്പോൾ അപ്പൻ്റെ കേസാണ്, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോകണം. അപ്പം ഞാൻ അയ്യന്തോളാണ് എൻ്റെ വക്കീൽ. അപ്പോൾ വക്കീലിനെ കാണാൻ പോകുന്നതോടനുബന്ധപ്പെട്ട് ഞാൻ സനോജിൻ്റെ മീറ്റിംഗ് കൂടി ക്ലബ് ചെയ്തിട്ട് അങ്ങനെ ഒരു കേസിലൂടെ വക്കീലിനെ കാണാൻ പോകുന്നതിനിടയിൽ തന്നെ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ഞങ്ങളൊരു പെട്ടിക്കറയുടെ സൈഡിൽ നിന്ന് 2 നാരങ്ങളും കുടിച്ചിട്ടാണ് എൻ്റെ പരിപാടി പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇതിനേക്കാൾ ഉപരി സനോ എന്നുള്ള വ്യക്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിയുടെ ഒരു വിവരണ രീതി, പിന്നെ ഒരുപാട് കാലം മാധ്യമങ്ങളിൽ ജോലി ചെയ്ത് തന്നെയും പിന്നെ അപാരമായിട്ടുള്ള യാത്രകൾ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാനും പലപ്പോഴും ഈ യാത്രകൾ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് തുടങ്ങിയിട്ടില്ല. ഒറ്റയ്ക്ക് സഞ്ചരിച്ച് തുടങ്ങിയത് ചിലപ്പോൾ കുടുംബവുമായിട്ട് വെറുപ്പെടുമോ എന്നുള്ള കാരണം ഒറ്റയ്ക്കുള്ള യാത്ര ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര തുടങ്ങിയത് കണ്ട് സുഖം പിടിച്ചാൽ പിന്നെ നമ്മൾ അതങ്ങനെ പോകും. അപ്പോൾ സനോജ് ആണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നമ്മുടെ കർണാടകയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള സ്കൾപ്ചേഴ്സ് ഉള്ള ബേലൂർ, ഹാലിബിഡു, ശ്രാവണബെൽഗോള എന്ന് പറഞ്ഞൊരു ഗോൾഡൻ ട്രയാങ്കിൾ ഉണ്ട്. പൊതുവെ നമ്മൾ പറയുക ഈ നോർത്ത് ഇന്ത്യൻ ഭാഗത്തുള്ള ഗോൾഡൻ ട്രയാങ്കിളാണ് നമ്മൾ ഈ ആഗ്ര, ജയ്പൂർ, ഡൽഹി അങ്ങനെയാണ് പറയുക. അതുകൊണ്ട് ആഗ്ര, പഞ്ചാബ്, ഡൽഹിയാണോ എന്ന് സംശയമുണ്ട്. പൊതുവെ നമ്മൾ പാക്കേജസ് നോക്കാൻ അങ്ങനെ വരും. അപ്പം അങ്ങനെ എന്തിനെക്കുറിച്ചും യാത്ര അനുബന്ധപ്പെട്ട ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തിൽ എന്തിനെക്കുറിച്ച് ചോദിച്ചാലും ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ച് ഇന്ന ദേശക്കാരാണ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ സെലവ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ എല്ലാം വലിയ പടങ്ങളും അല്ലാതെ ഇങ്ങനെയുള്ള കുഞ്ഞു പടങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ നമ്മുടെ, അങ്ങനെയുണ്ടല്ലോ എല്ലാം നമ്മൾ
എനിക്ക് നമ്മൾ വലിയ എൻ്റെ ഹെഡ് മാസ്റ്ററിനെയാണ് ഞാൻ പ്രചോദനമായിട്ട് കാണുന്നത്, മിസ്റ്റർ ഗ്രേറ്റ് മമ്മൂക്ക. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ കമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്തതിനൊപ്പം തന്നെ പുള്ളി എൻ്റെ ഭൂതക്കണ്ണാടി, വിധേയൻ, പൊന്തമ്മാട, ടി വി ചന്ദ്രൻ സാറിനൊപ്പം ചെയ്യും, അടൂർ സാറിനൊപ്പം ചെയ്യും, ലോഹിയേട്ടനെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മമ്മൂക്ക നല്ല പറഞ്ഞത് അങ്ങനെയുള്ള നല്ല എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സാമൂഹിക പ്രസക്തിയുള്ള സിനിമകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും നമ്മളിലോട്ട് എത്തണം. അപ്പോൾ നമ്മളങ്ങനെ അഫോർഡബിൾ ആണെന്ന് നമുക്ക് അവർക്ക് തോന്നണം, നമുക്ക് അവരായിട്ട് സിങ്ക് ആവണം. ഒരുപാട് കാര്യങ്ങളില്ല, നമ്മളിവിടെ എൻജോയ് ചെയ്തതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരാളാണ് നമ്മുടെ DOP മനീഷ്. മനീഷ് എനിക്ക് തോന്നുന്നു 2-3 സ്റ്റേറ്റ് അവാർഡ്സ് ഓൾറെഡി വാങ്ങിയിരുന്നു. ഇലവിഴ, പൂഞ്ചിറ, പിന്നെ അങ്ങനെ പല പടങ്ങളാണ്. അപ്പോൾ മനീഷിൻ്റെ ഒരു ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ഭയങ്കര രസമാണ്. അധികം അമിതമായുള്ള ഒരു മോർണിംഗ് ഒക്കെ പുള്ളിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ചടപടയെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പോകും. വളരെ ക്വയറ്റാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് സൊസൈറ്റി മൂപ്പര് ജോബി സ്ക്രിപ്റ്റ് സൊസൈറ്റി മൂപ്പരും ഭയങ്കര ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ ഭാഗമായിരുന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള മൊത്തം ടീം എല്ലാം സെറ്റായിട്ട് അങ്ങനെ പല പല കാരണങ്ങളാണ്. പിന്നെ എന്നെ പോലെ ഒരു മികച്ച ആക്ടർ എല്ലാം ധന്യ പറയേണ്ട കാര്യമില്ല, ഇടയ്ക്ക് ഞങ്ങളെ കൂടെ പോയിട്ട് അല്ലേ പറയേണ്ട കാര്യമില്ല. ഇർഷാദ് ഫാദറായിട്ട് ആളെ കൊണ്ടുവയ്ക്കാനും നമ്മള് പുള്ളിയത് പുൾ ഓഫ് ചെയ്യുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ. അല്ലെ ഷെഡ്യൂൾ മുടങ്ങിപ്പോയ തള്ളിയിടാൻ ഞാൻ പറഞ്ഞില്ല, തള്ളാനേ പറഞ്ഞത്. ഇത് വർക്ക് റിലേറ്റഡ് ആദ്യമേ കണക്ട് ചെയ്യുന്ന ഇർഷാദിക്ക ഇങ്ങനത്തെ ഒരു വർക്ക് ഉണ്ട്, സനോജ് ചേട്ടൻ വിളിക്കും സംസാരിക്കും എന്ന് പറഞ്ഞത്. പിന്നെ സനോജ് ചേട്ടനെ കാണുന്നതിന് മുന്നേ സ്ക്രിപ്റ്റ് ഷെയർ ചെയ്യുക ചെയ്തത്. എന്നിട്ട് അത് ഫുള്ളും വായിച്ചു. സ്ക്രിപ്റ്റ് ഭയങ്കര ഡീറ്റെയിൽഡും ഭയങ്കര ഡെപ്ത് ഉള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. അതായിരുന്നു ഏറ്റവും ഫസ്റ്റ് അട്രാക്ഷൻ എനിക്ക്. എന്നുവെച്ചാൽ ഈ പറയുന്ന പോലെ ജനറേഷൻസിന്റെ സ്റ്റോറി അത്ര ഡീപ്പായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അത് എഴുതി ഇത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. എഴുത്തിന്റെ ബലവും കൂടിയാണ്. അത് ഒരു സ്ട്രെങ്ത് ഉണ്ട് ആ റൈറ്റിങ്ങിൽ. അങ്ങനെ ഓരോ ജനറേഷൻ്റെ ആൾക്കാരെ ഭയങ്കര കൃത്യമായിട്ട് കാണിക്കുക, അതിൻ്റെ ഡിഫറൻസസ്, അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഫാമിലിയിലൂടെ ഒരുപാട് സ്റ്റോറീസ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് എല്ലാം വായിച്ചിട്ട് സനോജ് ചേട്ടനെ മീറ്റ് ചെയ്തു. എന്നിട്ട് ഇന്നാവുക ചെയ്തത്. പിന്നെ എല്ലാവരുമായിട്ടും ഒരു രസമുള്ള കണക്ഷൻ ഉണ്ടാക്കി ത്രൂ ഔട്ട് വർക്ക് നമ്മൾ ചെയ്തു. റോണി ചേട്ടനുമായിട്ടില്ല, സെന്തിലേട്ടനുമായിട്ടുണ്ട്, ഇർഷാദിക്കായിട്ടുണ്ട്, കോമ്പിനേഷൻസ് ഉണ്ട്. കണ്ടു 1960s തുടങ്ങുന്നത് കാലഘട്ടം. അവിടുന്ന് നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റിലേക്ക് പറഞ്ഞു വയ്ക്കുന്ന ഒരു സ്റ്റോറിയാണല്ലോ. അതായത് ഡിഫറെൻറ്റ് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഓരോ ക്യാരക്ടേഴ്സും അതിൽ എങ്ങനെയാണ് വരുന്നത്? ഓരോ സെന്തിലിൻ്റെത് തുടക്കം മുതൽ ഇപ്പം നിൽക്കുന്ന ഇതുവരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അതിൽ ഏതൊക്കെ ഘട്ടത്തിലാണ് വന്നു പോകുന്നത്? ഞാൻ ഈ കാലഘട്ടത്തിന് തൊട്ട് മുന്നേ വരെ, അതായത് ഒരു എനിക്ക് തോന്നുന്നത് 2019 അല്ലേ 20 വരെയാണ് തോന്നുന്നു പറയുന്നത്. അപ്പോൾ ആ ഏതാണ്ട് അവസാനം വരെയൊക്കെ ഉണ്ട് എൻ്റെ ക്യാരക്ടർ കഥയിൽ ത്രൂ ഔട്ടായിട്ട്. 3 ജനറേഷൻസിലും ആ ക്യാരക്ടർ ഉണ്ട്. കോരൻ 3 ജനറേഷൻസിലും ഉണ്ട്. എൻ്റെ കൊച്ചുമോളായിട്ടാണ് ധന്യ ചെയ്യുന്നത്. അപ്പൊ ധന്യക്ക് എന്തായാലും എൻ്റെ 60കളിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഒരു 2000-ന് ശേഷമൊക്കെ അങ്ങനെയാണ്. റോണി ചേട്ടൻ ഒരു മറ്റേ ശങ്കരന്റെ സുഹൃത്തായിട്ടാണ്. ശങ്കരന്റെ സുഹൃത്ത് ശങ്കരൻ എന്ന് പറഞ്ഞാൽ ഇർഷാദിക്കയുടെ സുഹൃത്തായിട്ടാണ്. അപ്പൊ ഇർഷാദിക്ക ഏതൊക്കെ സമയത്ത് പുള്ളിക്ക് മാനസികമായിട്ട് പിൻബലം കൊടുക്കുകയും അതുപോലെ തന്നെ എന്തിനേയും വളരെ എന്താ പറയാ, എന്ത് വന്നാലും നമ്മൾ പറയില്ലേ, വളരെ സിമ്പിളായിട്ട് കാണുക, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഏറ്റവും പുള്ളിക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിക്കുള്ള ക്യാരക്ടറാണ്. പക്ഷെ ഭയങ്കര സരസനായിട്ടുള്ള വ്യക്തിയാണ്. ഡിക്രൂസ് എന്നാണ് നോളങ്കാരൻ ഡിക്രൂസ്. നല്ല ഫണ്ണാണ്. ഇപ്പം ഞങ്ങൾ തമ്മിലായാലും എൻ്റെ അടുത്തും പുള്ളി ഞാനൊരു ചെയിൻ സ്മോക്കർ ആയിട്ടാണ് ഇതിനകത്ത്. അപ്പോൾ എനിക്ക് ബീഡിയൊക്കെ വാങ്ങിക്കൊണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇത് ഫണ്ണായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ എന്നോട്, വയസ്സായ ആൾക്കാരോടൊക്കെ ഫണ്ണ്, അങ്ങനെ വയസ്സൊന്നല്ല, പുള്ളി എല്ലാവരോടും ഒരേപോലെ ഒരു ഫണ്ണിൽ എടുക്കുന്നതാണ് എല്ലാം. അപ്പൊ ഇവരെയൊക്കെ കുഞ്ഞുനാൾ മുതലേ എനിക്ക്
ഈ സിനിമ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ചലഞ്ചസ് എന്തൊക്കെയാ, അങ്ങനെ ഉണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ചലഞ്ചൊന്നും ഉണ്ടായില്ല. ഞാൻ പൊതുവെ ക്യാരക്ടർ വൈസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ആ നാട്ടിലുള്ള ഒരു വ്യക്തിയായിട്ടുള്ളതുകൊണ്ട് എനിക്ക് അവിടെയുള്ള ഒരുപാട് ആൾക്കാരുടെ റെഫറൻസസ് മനസ്സിലുണ്ട്. അല്ല, ഇർഷാദൊക്കെ നേരത്തെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ ഇത് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൊതിയോടുകൂടി നമ്മൾ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം ഒരുപാട് ഇമോഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന കഥാപാത്രങ്ങൾ പലതും. ഇപ്പം എൻ്റെ ക്യാരക്ടർ തന്നെ, ഞാൻ സിനിമ പറയുന്ന വിഷയം അല്ലാതെ തന്നെ ഇപ്പം എൻ്റെ ക്യാരക്ടർ ഒരു എനിക്ക് ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏജ് വെച്ചിട്ട് തന്നെ അങ്ങനെ തന്നെ ആണ്, സീൻ ഓർഡറിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ അതിൻ്റെ കൂടെ ഒരു ജേണി കറക്റ്റായിട്ട് ഒരു 75-80 വയസ്സിനകത്ത് അത്രയും ഇതുണ്ട്. അപ്പോൾ ആ പോകുന്ന നമ്മൾ ആ ഫീലിങ്സ് കറക്റ്റ് ഒരാളിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ആ ഇമോഷൻസ് എല്ലാം ഇങ്ങനെ നമുക്ക് മൈൻഡിൽ നമുക്ക് തന്നെ ഉണ്ടാവാറുണ്ട് ആ ക്യാരക്ടർ. അതിൻ്റെ എൻഡിൽ എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് ഞാൻ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ വയസ്സായി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ വയസ്സായ ആൾക്കാരുടെ വേറെ കുറേ പ്രശ്നങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ടാവണമെന്നില്ല. നേരത്തെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു അത്. അതായത് നമ്മൾ ഇപ്പോൾ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന അതിൽ ആരെങ്കിലും ഒരാൾ നേരത്തെ മരിച്ചു പോവാം. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഇമോഷൻസ് പങ്കുവെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആൾക്കാർ ഒരു വിയോഗം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും. ആ വിയോഗം ഇത് കഴിഞ്ഞ് പിന്നെ കുറേ അങ്ങ് പോകുമ്പോൾ, കുറേ ഏജിലേക്ക് അങ്ങ് പോകുമ്പോൾ പിന്നെ ചുറ്റും ആരും ഉണ്ടാവില്ല. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരുടെ ഇമോഷൻസ് പറയാനൊന്നും ആരും ഉണ്ടാവില്ല. ബാക്കിയുള്ളവർക്ക് ജനറേഷൻ ഗ്യാപ്പായി. മാത്രമല്ല നമുക്ക് ഒരു മകനോടോ അല്ലെങ്കിൽ ഒരു കൊച്ചുമോളോടോ ഒക്കെ നമ്മുടെ കാര്യങ്ങൾ പറയുന്നൊരു പരിധിയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര പേര് ഒരു വയസ്സായ ഒരാളുടെ കാര്യങ്ങൾ കേട്ടിരിക്കാൻ എത്ര പേര് തയ്യാറാവും? കുറെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ചാൽ എല്ലാം മറ്റേ വൃദ്ധസദനത്തിലും ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മള് മിക്ക പിള്ളേരും അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോൾ പോലും മൊബൈലിൽ നോക്കിയിട്ടാണ്. അവിടെ അച്ഛനമ്മയും പറയും അമ്മ എന്നൊക്കെ പറഞ്ഞ മൊബൈലിൽ നോക്കിയിട്ടായിരിക്കും സംസാരിക്കും. അങ്ങനത്തെ ഒരു അപ്പൊ അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള അതൊക്കെ എനിക്ക് ആ ക്യാരക്ടറിൽ നിന്നപ്പോ മനസ്സിലായി. ഓർമ്മ വരും, 2 ദിവസം മുമ്പ് ഞാൻ കണ്ടൊരു സാധന, ഒരു വീട്ടില് ശരിക്കും പറഞ്ഞൊരു പയ്യൻ മറ്റെന്താ പറയാ, വാതില് ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ സോഫ. അപ്പോ ഒരു വീട്ടില് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു പുലി കയറി വന്നു. പുലി അകത്തോട്ട് പോയി. അപ്പൊ ഈ പയ്യൻ മൊബൈലിൽ നോക്കി റീൽസ് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ കുട്ടിയെ കണ്ടില്ല. അപ്പൊ പുലി അകത്തോട്ട് പോയി തിരിച്ച് അങ്ങോട്ടോട്ട് പോയതിനു ശേഷമാണ് ഈ പയ്യൻ പുലിയെ കാണുന്നത്. ഇവനെങ്ങനെ കോടി മാറി, പുലി തന്നത്തെ പുറത്തോട്ട് പോയി. ശരിക്കും അവനാണ് പുലി ശ്രദ്ധിക്കാത്തോണ്ട് മാത്രം. എന്റെ ക്യാരക്ടർ ശിഖ എന്ന പേര്. അപ്പോ ഈ പറയുന്ന പോലെ അച്ഛനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇർഷാദിക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അപ്പൂപ്പനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ജനറേഷൻസിന്റെ കാര്യം പറയുമ്പം ഞാനും വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ജനറേഷൻ ഗ്യാപ്സ് ഉണ്ട്. ഞാൻ ചിന്തിക്കുന്ന വീലായിരിക്കില്ല അമ്മ ചിന്തിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല വീട്ടിൽ ചേച്ചിയുടെ പിള്ളേർ ചിന്തിക്കുന്നത്. ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും നമ്മൾ തമ്മിൽ. ബട്ട് സ്റ്റിൽ ഈ സ്റ്റോറിയിൽ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവര് ഒപ്പം ഉണ്ട്. എനിക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ അപ്പൂപ്പനുണ്ട്, അച്ഛനുണ്ട്. ലൈക്ക് സ്ക്രിപ്റ്റ് വൈസാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് ത്രൂ ഔട്ട് മൂവിയിൽ. ഇപ്പം ഫ്രണ്ട് ആയാലും ഫാമിലി ആയാലും ഏതൊരു ഇൻഡിവിജ്വലിന്റെ ഒരു സ്റ്റോറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സ്ക്രിപ്റ്റിലൂടെ. ഈ സിനിമ പറയുന്ന പോലെ ഒരു സാമൂഹികമായ ഒരു പ്രശ്നം എൻ്റെ ജനറേഷനിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇത്രയും 3 ജനറേഷനിലും ഇതെല്ലാം കണ്ട് വരുന്നതാണ്. അപ്പോൾ ഇവര് അത് അനുഭവിക്കുമ്പോൾ ഞാനിതൊക്കെ നേരത്തെ അനുഭവിച്ചുള്ള നമ്മുടെ ഒരു അതൊക്കെയാണ് ഈ സിനിമയിൽ പ്രകടമാകുന്ന രീതി, കുറച്ചുകൂടി പ്രകടമാകുന്ന രീതി. അത് പോകെ അതിന്റെ ഡെപ്ത് കുറയും അല്ലെ, കുറച്ചുകൂടി കളർ കുറയും. പക്ഷെ എന്നാലും ഉണ്ട് ഡെപ്ത് കുറയുന്നല്ലോ റോൺ ചേട്ടാ. ഇതില് ചില പോയിന്റില് ഭയങ്കര രസമായിട്ട് ചില ഡയലോഗ്സ് ഉണ്ട്. അപ്പോ അതിൽ പറയുന്നുണ്ട് ദാറ്റ് മാറ്റം ഉണ്ടായിട്ടില്ല, വേസ് മാറിയിട്ടുണ്ട്. മാറ്റം ഉണ്ടായിട്ടില്ല, റിഫ്ലക്ട് ചെയ്യുന്ന രീതികൾ മാറിയിട്ടുണ്ട്. കാര്യങ്ങൾ അതുപോലെ അവിടെ ഉണ്ട്, ബട്ട് രീതികൾ പറയാൻ പറ്റുന്നില്ല. അപ്പൊ
വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റ് പറയുന്ന സിനിമയാണ്. അപ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്താൻ വൈകിയെന്ന് തോന്നുന്നുണ്ടോ? അത് കുറച്ചും കൂടി നേരത്തെ എന്തുകൊണ്ട് എത്തിയില്ല, അങ്ങനെ എന്തെങ്കിലും? ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സമയത്ത് ഇറങ്ങിയാലും ഇത് ചർച്ച ചെയ്യുന്ന വിഷയം അത് എല്ലാ കാലത്തും ഇപ്പോഴും പണ്ടും ഇനി അങ്ങോട്ടും ചിലപ്പോൾ ഇത് ഈ വിഷയം അല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അല്ല, 1964 തുടങ്ങി നമ്മൾ ഇതുവരെ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് സമകാലികമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പ്രസന്റിലല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിലോട്ട് എത്തുകയല്ലേ. അപ്പൊ ആ ജേണിക്കാണല്ലോ, ആ യാത്രയ്ക്കാണല്ലോ പ്രാധാന്യം. കോരൻ ശങ്കരൻ എന്നുള്ള ക്യാരക്ടേഴ്സിലൂടെയാണ് കഥ പോകുന്നത്. പിന്നെ ധന്യയുടെ ക്യാരക്ടർ 3 തലമുറ. 3 തലമുറകൾ. കോരൻ, ശങ്കരൻ, നിഷാദ്, ശിഖ. അതില് നിങ്ങൾ ആ ഓരോ ക്യാരക്ടറിലൂടെയും പോയ സമയത്ത് അത് എത്രത്തോളം മെന്റലി നിങ്ങളെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കാത്ത ചിലപ്പോൾ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ അതിലൂടെ കടന്നു പോയപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ ആ ക്യാരക്ടറിലൂടെ പോയപ്പോൾ. അപ്പോൾ അത് നിങ്ങളെ എങ്ങനെ ആസ് എ പേഴ്സൺ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവില്ലേ? കോരന്റെ ജനറേഷനിൽ ഫേസ് ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ ലാസ്റ്റിൽ എൻ്റെ അടുത്ത് വരുമ്പോഴും അത് അതുപോലെ തന്നെ അവിടെ അതുപോലെ ഉണ്ട് ആ കാര്യങ്ങൾ. അപ്പോൾ കോരന്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചൂസ് ചെയ്യാണ് ദാറ്റ് ഇത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓവറോൾ ഈ മൂവിയിൽ ഒരു ഷോർട്ട് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എന്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ബെറ്റർ ഹ്യൂമൻ ആയിട്ട് മുന്നോട്ട് മൂവ് ചെയ്യുക, ഓവർകം ചെയ്യുക, ഒരു ബെറ്റർ എക്സാമ്പിൾ ആയിട്ട് കൈൻഡ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുക എന്നതായിരിക്കും. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന മെന്റൽ സ്ട്രഗിൾ എന്ന് വെച്ചാൽ നമ്മൾ ആ ക്യാരക്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡെപ്ത് ആയിട്ടാണ് സെന്തിൽ ചേട്ടൻ്റെ ആ ക്യാരക്ടർ പോയേക്കുന്നത്. ഈ 3 ജനറേഷൻസ് ഫിസിക്കലി മെന്റലി ഒക്കെ അതിൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിൽ ആ ഇൽനെസ് ഒക്കെ കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു സീൻ നമുക്ക് ഭയങ്കര ഇമോഷണലി, എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. ഞാനും ധന്യമായിട്ട് എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് ഈ ക്യാരക്ടറിൻ്റെ ജോലി എന്ന് പറയുന്നത്, ഇദ്ദേഹം നമ്മുടെ പശുവിൻ്റെ തോലൊക്കെ ഒരു പാറപ്പുറത്ത് ഉണക്കാനിടും, എന്നിട്ട് അത് കൊണ്ട് ചെണ്ട ഉണ്ടാക്കും. അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അപ്പോൾ ഈ വയസ്സായ സമയത്ത് ഞാൻ ഈ ധന്യയുടെ ക്യാരക്ടറും ശിഖയുമായിട്ട് ഒരു കുന്നിൻ്റെ പുറത്ത് പോയി സന്ധ്യയ്ക്ക് ഇരുന്ന് പഴയ കാര്യങ്ങൾ അയവിർത്തുകൊണ്ട് കുറേ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈമും ഷോട്ടും ഒക്കെ ആയിരുന്നു. പറഞ്ഞ പോലെ മനുഷ്യനെ ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഭയങ്കര അത് നമ്മൾ ആ ഇമോഷൻസ് നമുക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തതാണ്. അങ്ങനെ അവസാനം ഈ പുള്ളി നല്ല പ്രതിസന്ധിയായി. അപ്പോൾ നിങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ പുറകിൽ ഒരു സൗണ്ട് കേൾക്കും, അപ്പോൾ എനിക്ക് മാത്രമേ അത് കേൾക്കാവൂ. അപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഭാര്യയൊക്കെ നേരത്തെ മരിച്ചതാണ്. അപ്പോൾ ആ ഭാര്യ നടന്നു പോകുന്നു, എൻ്റെ സുഹൃത്തൊക്കെ നടന്നു പോകുന്നു. അങ്ങനെ പുള്ളി വേറൊരു ഫീലാണ്. അതെ, വല്ലാത്തൊരു അതൊക്കെ നമ്മൾ ഭയങ്കര ആ ലൂപ്പിൽ പെട്ട് നമ്മൾ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത സംഭവം. VS സനോജ് ആസ് എ ഡയറക്ടർ പൊളിയല്ലേ? സനോജ് ചേട്ടൻ രസമായിട്ടുള്ളൊരു ഡയറക്ടർ, റൈറ്റർ, ലൈക്ക് അത്രയും സ്പേസ് തരുന്നുണ്ട് ആക്ടേഴ്സിന്. നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് മണ്ടയിൽ ഡിസ്കഷൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവിടെ. അത് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പം ഞാൻ വിചാരിക്കും ഇത് എങ്ങനെയായിരിക്കും കാണിക്കുന്നതെന്ന്. ബട്ട് എനിക്ക് തോന്നുന്നു അത്രയും പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അത്ര രസമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു സനോജ് ചേട്ടൻ. പിന്നെ നല്ല ടെക്നീഷ്യന്മാരുടെ ഒരു ഫുൾ സപ്പോർട്ട്. നിങ്ങൾ പല സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട്, പല വ്യത്യസ്തമായിട്ടുള്ള സിനിമകളുടെ. അതിൽ നിന്ന് അരിക എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്? അല്ല, അത് ഈ പറഞ്ഞ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഈ പടത്തിൽ നമ്മൾ വരുന്നതിനുള്ള കാര്യം തന്നെ സനോജിൻ്റെ അടുത്തുള്ള ആ ഒരു വിശ്വാസവും നമുക്ക് എങ്ങനെയാണല്ലോ നമ്മൾ ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മളൊരു അടുപ്പം തോന്നുക എന്നുള്ള ഒരു, ഞാനിപ്പോൾ നമ്മൾ എല്ലാ സിനിമകളും ചില സിനിമകളും നമ്മൾ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തു, ചിലത് ആ ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തു, ചിലതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയായിരിക്കും. എനിക്ക് ആ വ്യക്തിയാണ് എൻ്റെ സനോജ്. ചിലപ്പോൾ ഒരൊറ്റ ആളെ ഉണ്ടാവുള്ളൂ അതിനകത്ത്. നമുക്ക് ഓക്കെ, എനിക്ക് വേറെ എനിക്ക് അറിയില്ല.
അപ്പോൾ സനോജ് എൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഞാൻ ചെയ്തിട്ടില്ല. പെട്ടിക്കടയുടെ പുറത്തിരുന്നിട്ട് നമ്മൾ 2 നാരങ്ങളും കുടിച്ചിട്ട് കഥ പറഞ്ഞ പരിപാടി പിരിയുന്നൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ആ പരിപാടി നമ്മളത് പറഞ്ഞു. സനോജിന് ചോദിക്കുമ്പോൾ സനോജും അത് തന്നെ പറയുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ സനോജൻ ഞാനായിരുന്നു മനസ്സിലായി. കേസും റോണി ചേട്ടൻ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആയിരുന്നു സനോജ് ചേട്ടൻ്റെ. കാരണം ഈ ക്യാരക്ടറിന്റെ ചെറുപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ കുട്ടിക്കാലത്ത് ഒരു സീനുണ്ട്. അത് ഒരു കുളത്തില് ഇപ്പുറത്തെ കരയില് ഞാൻ നിപ്പുണ്ട്, അപ്പുറ സൈഡ് ഇർഷാദിക്കയുടെ ക്യാരക്ടറും റോണി ചേട്ടന്റെ ക്യാരക്ടറും കൂടെ ഇദ്ദേഹമാണ് പ്രേരിപ്പിച്ചിട്ട് ഇർഷാദക്കെ കൊണ്ട് അതിനകത്ത് മൂത്രം ഒഴിപ്പിക്കാൻ. അപ്പൊ ഞാൻ തെറി പറഞ്ഞ് ഓടി. അങ്ങനത്തെ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ പലരും ചില ടെക്നിക്കലി ഭയങ്കരമായിട്ട് ചില സിനിമകളെ ഒരു എലിവേറ്റ് ചെയ്യാൻ നോക്കും. ടെക്നിക്കലി സനോജ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഒരു ഓതർ ബാക്ക്ഡാണ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, എഴുത്തിലും അതുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആവാതെ ആ കാര്യം ജസ്റ്റ് ആളെ കൺവേ ചെയ്യുക എന്നുള്ളപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ ലോഹിയണ്ണൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ ഭൂതക്കണ്ണാടി, അരയന്നങ്ങളുടെ വീട്, അങ്ങനെയുള്ള പരിപാടി നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ ഗിമിക്ക് ഉണ്ടാവില്ല. പറയുന്നത് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വേറെ അല്ലാതെയുള്ള ചില ടെക്നീഷ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ കുറേ കൂടി അതിനകത്ത് കഥയില്ല എന്നല്ല, പക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു നമ്മൾ പറയില്ലേ ഒരു ടെക്നിക്കൽ ബാക്കപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഷോർട്ട് ഡിവിഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഷോട്ടുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അല്ലാതെ ഇപ്പം അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം. ബേസിക്കലി കഥയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ ആണെന്നാണ്. സ്ക്രീൻ പ്ലേ ആണ് അതിനകത്ത് ഒരു മുഖ്യ പങ്ക്. അഭിനയിക്കുന്ന വ്യക്തികൾ, ആ ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കുറച്ചും കൂടി ഓതർ ബാക്ട് ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ ഫീൽ ചെയ്തു. ഓതർ ബാക്ട് ഒരു റൈറ്റർ കം ഡയറക്ടർ ആയതുകൊണ്ട് പുള്ളി അങ്ങനെ മിനിമലായിട്ട് പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കൺവേ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. കൺവേ ചെയ്യാൻ കഴിവുള്ള ഒരു കലാകാരനാണ്, ടെക്നീഷ്യനായിട്ട്. അപ്പോൾ എന്തായാലും അരിക് വലിയ വിജയമാവട്ടെ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്.